വിപണിയിൽ ഡിസ്കൗണ്ട് വിലയിൽ കാണുമ്പോൾ ഓഹരി വാങ്ങുന്നതായിട്ടാണ് എല്ലാവരും പറയാറ്. പക്ഷെ എല്ലായിടവും ഡിസ്കൗണ്ട് അല്ല. അതിനൊരു ഉദാഹരണമാണ് ഇന്ന് നോക്കുന്നത്. 2021 ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി 4 വർഷം കൊണ്ട് തന്നെ 100% റിട്ടേൺ നിക്ഷേപകർക്ക് നൽകി. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായി ഓഹരി ബെയറിഷ് ട്രെൻഡാണ് കാണാൻ സാധിക്കുന്നത്. ഓഹരി അതിന്റെ ഒരു വർഷത്തെ താഴ്ന്ന നിലയ്ക്ക് ഏകദേശം അടുത്തായാണ് വ്യാപാരം ചെയ്തത്. ഓഹരിയുടെ 1-2 അട്രാക്റ്റീവായ കാര്യം, ഒന്ന്, ഫണ്ടമെന്റലി നോക്കുമ്പോൾ നമുക്ക് കാര്യമായ ഒരു ദോഷം കാണാത്ത കമ്പനിയാണ്. രണ്ടാമത്തേത്, ലിസ്റ്റിംഗ് സമയം മുതൽ ജുൻജുൻവാല കുടുംബത്തിന് ഓഹരിയിൽ പങ്കാളിത്തമുണ്ട്. ഇപ്പോഴും 2473 കോടി രൂപയുടെ നിക്ഷേപം രേഖ ജുൻജുൻവാലയ്ക്കുണ്ട്. 1000 രൂപയ്ക്ക് താഴെയുള്ള ഈ ഓഹരിയുടെ നിങ്ങൾക്കറിയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വെൽക്കം ടു നോ യുവർ കമ്പനി. ഇന്ത്യയിലെ മുൻനിര ഫുഡ്വെയർ കമ്പനിയായ മെട്രോ ബ്രാൻഡിനെ കുറിച്ചാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. 1955 മുംബൈയിലെ കൊളാബയിൽ മാലിക് തേജാനി തുടങ്ങിയ ചെറിയ ഷൂ ഷോപ്പിൽ നിന്നാണ് മെട്രോയുടെ തുടക്കം. മെട്രോ സിനിമയ്ക്ക് സമീപം സ്ഥിതി ചെയ്തിരുന്നത് കൊണ്ടാണ് ഈ കടയ്ക്ക് മെട്രോ എന്ന പേര് ലഭിച്ചത്. കാലക്രമേണ 1977 ഇത് ഔദ്യോഗികമായി മെട്രോ ഷൂസ് എന്ന പേരിൽ കമ്പനിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അന്ന് ഷോപ്പ് ഉടമ തന്നെ നേരിട്ട് കടയിൽ നിൽക്കണമെന്നതായിരുന്നു തേജാനിയുടെ പ്രധാന തത്വം. ദിവസം 12 മണിക്കൂറിലധികം കടയിൽ ചെലവഴിച്ചാണ് അദ്ദേഹം ബിസിനസ് കെട്ടിപ്പടുത്തത്. സാധനങ്ങൾക്ക് നിശ്ചിത വിലയില്ലാത്ത കാലത്ത് ഉപഭോക്താവിന്റെ വസ്ത്രധാരണത്തിനും വാഹനത്തിനും അനുസരിച്ച് വില നിശ്ചയിക്കുന്ന രീതി ഉണ്ടായിരുന്നു. എന്നാൽ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായി. കടയിൽ എയർ കണ്ടീഷനിങ് ഏർപ്പെടുത്തിയതും ഓട്ടോമാറ്റിക് ഡോറുകൾ കൊണ്ടുവന്നതും അക്കാലത്ത് വലിയ വിപ്ലവമായിരുന്നു. മാലിക് തേജാനിയുടെ മകൻ റഫീഖ് മാലിക്കിന്റെ കാലത്താണ് കമ്പനി വലിയ രീതിയിൽ വളർന്നത്. പിന്നീട് 3ാം തലമുറയിലേക്ക് എത്തുമ്പോൾ ഈ ബിസിനസ് കൂടുതൽ പ്രൊഫഷണലായി. റഫീഖ് മാലിക്കിന്റെ മകൾ ഫറ മാലിക് ബാൻജി, അതായത് നിലവിലെ MD അലീഷ മാലിക് തുടങ്ങിയവർ ബിസിനസിന്റെ ഭാഗമായത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. പതിറ്റാണ്ടുകളിലൂടെ അവർ ഇന്ത്യയിലുടനീളം തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു. മെട്രോ ഷൂസ് എന്ന ബ്രാൻഡ് പിന്നീട് മെട്രോ ബ്രാൻഡ്സ് ലിമിറ്റഡായി മാറി. കാലത്തിനനുസരിച്ച് അവർ തങ്ങളുടെ പോർട്ട്ഫോളിയോ വിപുലീകരിച്ചു. മെട്രോയ്ക്ക് പുറമെ മോച്ചി, വാക്വേ തുടങ്ങിയ സ്വന്തം ബ്രാൻഡുകളും അവർ അവതരിപ്പിച്ചു. ക്രോക്സ്, ഫിറ്റ് ഫ്ലോപ്പ് തുടങ്ങിയ അന്താരാഷ്ട്ര ബ്രാൻഡുകളുമായി പങ്കാളിത്തം സ്ഥാപിച്ചുകൊണ്ട് വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു. ചെറിയ നഗരങ്ങളിലേക്കും Tier 2 നഗരങ്ങളിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കാൻ അവർ ശ്രദ്ധിച്ചു. ഇത് അവരുടെ വളർച്ചയ്ക്ക് വലിയൊരു കാരണമായി. വർഷങ്ങളോളം ബിസിനസ് കെട്ടിപ്പടുത്ത ശേഷം 2021 മെട്രോ ബ്രാൻഡ്സ് തങ്ങളുടെ IPOയുമായി വിപണിയിലെത്തിയത്. തങ്ങളുടെ സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഓൺലൈൻ സാന്നിധ്യം ശക്തമാക്കാനുമാണ് IPO വഴി ലഭിച്ച തുക അവർ പ്രധാനമായും ഉപയോഗിച്ചത്. ഇന്ന് 100 കണക്കിന് നഗരങ്ങളിലായി 1000-ലധികം സ്റ്റോറുകളുള്ള ഇന്ത്യയിലെ മുൻനിര ഫുഡ്വെയർ റീറ്റെയിൽമാരിൽ ഒന്നാണ് മെട്രോ ബ്രാൻഡ്സ്. ഗുണനിലവാരത്തിലും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അവരുടെ വിജയത്തിന്റെ പ്രധാന രഹസ്യം. ദീർഘകാലത്തെ പ്രവർത്തനത്തിനിടയിൽ കമ്പനി നിയമപരമായ ചില വെല്ലുവിളികളെയും നേരിട്ടിട്ടുണ്ട്. 1996 സർക്കാർ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തു എന്നാരോപിച്ച് ഉയർന്നുവന്ന കേസിൽ ഇതിൽ പ്രധാനമാണ്. ഈ കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. ബിസിനസ് ജേണി മനസ്സിലാക്കി. ഇനി ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കാം. മെട്രോ ബ്രാൻഡ്സിന്റെ കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക പ്രകടനം പരിശോധിച്ചാൽ കമ്പനി വളരെ ശക്തമായ ഒരു വളർച്ചാ പാതയിലാണ് സഞ്ചരിക്കുന്നത് വ്യക്തമാണ്. FY20 1285 കോടി രൂപയായിരുന്ന വിൽപ്പന FY21 കോവിഡ് മഹാമാരി മൂലം 800 കോടി രൂപയായി കുറഞ്ഞിരുന്നു. പക്ഷേ തൊട്ടടുത്ത വർഷം തന്നെ കമ്പനി ശക്തമായ തിരിച്ചുവരവ് നടത്തി. തുടർന്ന് FY22 1343 കോടി രൂപയായും FY23 2127 കോടി രൂപയായും വിൽപ്പന കുതിച്ചുയർന്നു. FY24 2357 കോടി രൂപയും FY25 2507 കോടി രൂപയും കൈവരിച്ചുകൊണ്ട് കമ്പനി തന്റെ വളർച്ചാ വേഗം സ്ഥിരമായി നിലനിർത്തി പോരുന്നു. ചുരുക്കത്തിൽ കോവിഡ് കാലത്തെ പ്രതിസന്ധിയെ അതിജീവിച്ച വിപണി വിപുലീകരണത്തിലൂടെയും മികച്ച പ്രവർത്തന മികവിലൂടെയും ശ്രദ്ധേയമായ വളർച്ചയാണ് മെട്രോ ബ്രാൻഡ്സ് ഈ കാലയളവിൽ കൈവരിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായത് 2026 ആദ്യ 3 പാദങ്ങളിൽ, അതായത് ഡിസംബർ 2025 വരെ മാത്രം 2090 കോടി രൂപയുടെ വിൽപ്പന അവർ നേടിയിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് FY26 വർഷം അവസാനിക്കുമ്പോൾ കമ്പനി മുൻ വർഷങ്ങളെക്കാൾ വലിയൊരു റെക്കോർഡ് വിൽപ്പനയിലേക്ക്, അതായത് ഏകദേശം 2800 കോടി രൂപയോളം എത്തുമെന്നാണ്. എന്നാൽ മെട്രോ ബ്രാൻഡ്സിന്റെ കഴിഞ്ഞ 6 വർഷത്തെ അറ്റാദായം പരിശോധിച്ചാൽ കമ്പനിയുടെ ലാഭക്ഷമതയിൽ ഉണ്ടായ ഉയർച്ചയും താഴ്ചയും വളരെ വ്യക്തമായി മനസ്സിലാക്കാം. FY20 161 കോടി രൂപയായിരുന്ന ലാഭം കോവിഡ് കാലഘട്ടത്ത് 65 കോടി രൂപയെ ഗണ്യമായി കുറഞ്ഞു. എന്നാൽ അതിനുശേഷം കമ്പനി ശക്തമായ തിരിച്ചുവരവ് നടത്തി. FY22 214 കോടി രൂപയും FY23 365 കോടി രൂപയും FY24 415 കോടി രൂപയും ലാഭം തുടർച്ചയായി വർദ്ധിച്ചു. എന്നാൽ ഈ മുന്നേറ്റങ്ങൾക്കിടയിൽ FY25 ലാഭം 354 കോടി രൂപയായി കുറഞ്ഞത് ശ്രദ്ധേയമാണ്.
വിൽപ്പനയും പ്രവർത്തന ലാഭവും വർദ്ധിച്ചിട്ടും അറ്റാദായത്തിലുണ്ടായ ഈ കുറവ് കമ്പനിയുടെ പ്രവർത്തന ചെലവുകളിലോ മറ്റു ബാധ്യതകളിലോ ഉണ്ടായ വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ കോവിഡിന് ശേഷമുള്ള ശക്തമായ വളർച്ചയ്ക്ക് ശേഷം ലാഭക്ഷമത നിലനിർത്തുന്നതിൽ കമ്പനി ഒരു വെല്ലുവിളി നേരിടുന്നതായി ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. കമ്പനി പുതിയ സ്റ്റോറുകൾ തുറക്കുന്നതിനും ഇ-കൊമേഴ്സ് സംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും വിതരണ ശൃംഖല മെച്ചപ്പെടുത്തുന്നതിനും വൻതോതിൽ പണം ചെലവാക്കുന്നുണ്ട്. ഇത് ലാഭവിഹിതത്തെ താൽക്കാലികമായി ബാധിച്ചു. FY25 ലാഭം 415 കോടിയിൽ നിന്ന് 354 കോടി രൂപയെ കുറഞ്ഞു എന്നത് കമ്പനിയുടെ മാർജിൻ പ്രഷറാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ FY26 ആദ്യ 9 മാസങ്ങളിൽ 298 കോടി രൂപയുടെ ലാഭം നേടിയത് ഒരു പോസിറ്റീവ് സൂചനയാണ്. ഈ വേഗത നിലനിർത്തിയാൽ കമ്പനി വീണ്ടും ലാഭത്തിന്റെ പഴയ പാതയിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം. വാല്യുവേഷന്റെ കാര്യമെടുത്താൽ നിലവിൽ 66 ടൈംസ് എന്ന ഉയർന്ന പി റേഷ്യോയിലാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യുന്നത്. ഇത് നിലവിലെ ഇൻഡസ്ട്രി മീഡിയനായ 32 ടൈംസിനേക്കാൾ ഇരട്ടിയിലധികമാണ്. FY21 ഉണ്ടായ വലിയ തകർച്ചയ്ക്ക് COVID-19 കാരണമാണെന്ന് പറയാമെങ്കിൽ ഏറ്റവും പുതിയ വിലയിറക്കത്തിന് കാരണം FY25 ലാഭത്തിലുണ്ടായ ഇടിവാണ്. അമിത വിലയുള്ള ഒരു കമ്പനി എന്ന നിലയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ പോലും അത് നിക്ഷേപകരിൽ വലിയ പരിഭ്രാന്തിയും ഓഹരി വിൽപ്പനയും സൃഷ്ടിക്കും. കമ്പനി കൂടുതൽ ഷൂസ് വിൽക്കുന്നുണ്ടെങ്കിലും വിപണി കമ്പനിയോട് അങ്ങേയറ്റത്തെ പെർഫെക്ഷൻ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് ഈ വില തകർച്ച. നിലവിൽ ഡസൻ കണക്കിന് പുതിയ സ്റ്റോറുകൾ തുറക്കുന്നതിനായി കമ്പനി വൻതോതിൽ പണം ചെലവാക്കുന്നുണ്ട്. ഇത് ഭാവിയിലേക്ക് ഗുണകരമാണെങ്കിലും നിലവിൽ ഉയർന്ന വാടകയും ജീവനക്കാരുടെ ശമ്പള ചെലവും കാരണം ലാഭത്തെ ബാധിക്കും. കൂടാതെ പുതിയ സർക്കാർ ഗുണനിലവാര നിയമങ്ങൾ കാരണം ജനപ്രിയ ആഗോള ബ്രാൻഡുകൾ ഇറക്കുമതി ചെയ്യുന്നത് ദുഷ്കരമായത് താൽക്കാലികമായി വിതരണ തടസ്സങ്ങൾക്കും കാരണമായി. ചുരുക്കത്തിൽ കമ്പനിയുടെ പുതിയ നിക്ഷേപങ്ങളും ഇറക്കുമതി നിയന്ത്രണങ്ങളിലെ മാറ്റങ്ങളും ഫലം കാണുന്നതുവരെ വിപണിയും നിക്ഷേപകരും നിലവിലെ ആവേശം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. മെട്രോയുടെ വളർച്ചാ കഥയിൽ വിപണി ഇപ്പോഴും വലിയൊരു പ്രീമിയം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നിക്ഷേപകരെ സംബന്ധിച്ച് ഇന്നത്തെ വിലയല്ല, മറിച്ച് ഭാവിയിലെ ലാഭമാണ് പ്രധാനം. അഗ്രസീവായ സ്റ്റോർ വിപുലീകരണവും നിയമപരമായ വെല്ലുവിളികളും കാരണം നേരിടുന്ന ഹ്രസ്വകാല സമ്മർദ്ദവും കമ്പനിയുടെ ദീർഘകാല വളർച്ചാ സാധ്യതയും തമ്മിലുള്ള ഒരു ക്ലാസിക് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രമുഖ നിക്ഷേപകർ ഇപ്പോഴും കമ്പനിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഈ ദീർഘകാല സാധ്യത മുന്നിൽ കണ്ടാണ്. Q4 ഫലങ്ങളിലേക്കും FY27 തുടക്കത്തിലേക്കും നോക്കുമ്പോൾ BIS മാനദണ്ഡങ്ങളുമായി മെട്രോ എത്ര വേഗത്തിൽ പൊരുത്തപ്പെടുന്നു എന്നതിനെയും പുതിയ സ്റ്റോറുകൾ എത്ര വേഗത്തിൽ ലാഭത്തിലേക്ക് എത്തുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കും കമ്പനിയുടെ ഭാവി. ഇതൊരു നല്ല നിക്ഷേപമാണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? മെട്രോ ബ്രാൻഡ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുഡ്വെയർ ബ്രാൻഡുകളിൽ ഒന്നാണ്. മികച്ച ബ്രാൻഡ് വാല്യൂ ഉണ്ട്, കടബാധ്യതകൾ വളരെ കുറവാണ്, ശക്തമായ മാനേജ്മെന്റും ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഓഹരിക്ക് വിപണി വലിയ വില നൽകുന്നുണ്ട്. ഭാവിയിൽ കമ്പനി വലിയ തോതിൽ വളരുമെന്ന പ്രതീക്ഷയിലാണ് ഈ വില. എന്നാൽ ആ വളർച്ചയിൽ ചെറിയ കുറവ് വന്നാൽ പോലും ഓഹരി വിലയിൽ വലിയ ഇടിവുണ്ടാകാം. കഴിഞ്ഞ 6 മാസമായി ഓഹരി വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ബെയറിഷ് ട്രെൻഡിലാണ്. മെട്രോ ബ്രാൻഡ്സ് ഒരു മോശം കമ്പനിയാണെന്ന് ഇതിനർത്ഥമില്ല. ഇത് വളരെ മികച്ചൊരു മാനേജ്മെന്റും ബിസിനസ് മോഡലും ഉള്ള കമ്പനിയാണ്. പക്ഷെ ഇപ്പോൾ വാങ്ങാൻ ഏറ്റവും മികച്ച വിലയാണെന്ന് ചോദിച്ചാൽ ഇതൊരു കറക്ഷൻ ഘട്ടത്തിലാണ്. ഇനിയും വിലയിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാം എന്ന് പറയുന്നതാണ് കൂടുതൽ സത്യസന്ധം. നിങ്ങൾക്ക് ഈ ഓഹരിയിൽ താല്പര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഓഹരി വിലയുടെ ചലനങ്ങൾ 1 മാസമെങ്കിലും കുറഞ്ഞത് നിരീക്ഷിക്കുക. വിപണിയിൽ സ്ഥിരത വരുന്നതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക.